ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളുടെ ലോക്ക് ഡേ തുടങ്ങിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ 21 ദിവസം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പം വേസ്റ്റ് എടുക്കാൻ ആൾ വരില്ല. അപ്പോൾ ഇന്ന് വേസ്റ്റ് വെക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ എണീറ്റു കാര്യങ്ങൾ. അപ്പം ഇന്നത്തേക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം കുറേ ജോലി ഉള്ളപ്പോൾ അങ്ങ് മടി പിടിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ അപ്പം ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കണമെങ്കിൽ രാവിലത്തെ ഉണ്ടാക്കാനും നോർമലി മടിയായിരിക്കുമല്ലോ. അപ്പം ഇന്ന് ഞങ്ങൾ മറ്റേ മാഗി നൂഡിൽസാണ് കഴിച്ചത്. ഉണ്ടാക്കി കഴിച്ചു. ഗുഡും എല്ലാവരും എണീറ്റു ഭക്ഷണം എല്ലാം കഴിച്ചു. പിന്നെ അമൃതം പൊടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അംഗനവാടിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃതം പൊടി പോയി വാങ്ങിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് പിന്നെ പുറത്തൊന്നും പോയില്ല, ഞങ്ങൾ പോയില്ല, ചേട്ടൻ മാത്രം പോയി വാങ്ങിച്ചോണ്ട് വന്നു. സാധാരണ കുട്ടിയെയും കൊണ്ടുപോയില്ലാണ്, അവർ വെയിറ്റൊക്കെ തൂക്കി നോക്കിയിട്ടാണ് അമൃതം പൊടി തരുന്നത്. പിന്നെ അമൃതം പൊടി വെച്ചിട്ടുള്ള കുറുക്കിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കണം കേട്ടോ. അത് നമ്മുടെ ഈ ചാനലിലല്ല, അത് നമ്മുടെ വെൺമാസ് ടേസ്റ്റ് ഹബ്, ഞാനിവിടെ കൊടുക്കാം, വെൺമാസ് ടേസ്റ്റ് ഹബ്ബ്. ആ ചാനലിലാണ് ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ അതിൽ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കാരണം ഞാൻ പറഞ്ഞായിരുന്നില്ല, നമ്മുടെ ഈ ലോക്ക് ഡേ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പം കുറച്ച് ലാവിഷായിട്ട് കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്ത് കാണിക്കണമല്ലോ. ഇപ്പം ഞാൻ കുറച്ച് ചുരുക്കിയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്, കാരണം ലോക്ക് ഡേ എത്ര ദിവസം നീളും, സാധനങ്ങളൊക്കെ എത്രത്തോളം അവൈലബിൾ ആയിരിക്കും എന്നറിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചുരുക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിയിൽ ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ പേര് വെൺമ എന്നാണ്. ഞാൻ ബ്യൂട്ടി മേക്കപ്പ് വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അത് ടേസ്റ്റ് ഹബിലാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ വിശേഷം എന്ന് പറയാനായിട്ട്, പിന്നെ സിനിമ കണ്ടു. സിനിമ കാണുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്തൊരു സിനിമ പതിവായി ഇപ്പം ഓണാക്കി ഇടും, എന്നിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ട് കാണും. പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ബാക്കി അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കണ്ടു തീർക്കും. ഇന്ന് കണ്ടത് കെട്ടിയോളാണ് മാലാക എന്ന് പറയുന്ന സിനിമയാണ്. ആസിഫ് അലിയുടെ നല്ല അടിപൊളി അഭിനയമായിരുന്നു, സൂപ്പർ സിനിമയായിരുന്നു. ഒരു പുതുമുഖ നടിയാണ് നായിക. നല്ല നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ് ചെയ്തിരിക്കുന്നത്. നിറച്ച് മുടിയൊക്കെയുള്ള, നല്ല നിറമൊക്കെയുള്ള നല്ലൊരു കുട്ടിയാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ആ കുട്ടിയും റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി അമേസിങ് അഭിനയമാണ്, അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. ഒരു പാവത്താൻ, ഒരു ഫഹദൊക്കെ, മഹേഷിൻ്റെ പ്രതികാരമില്ലേ, ആ ഒരു മൂവി പോലെയൊക്കെ തോന്നി. ഫഹദൊക്കെ ചെയ്യുന്ന ആ റോള് പോലെ ആസിഫ് അലിയും ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ സിനിമ കണ്ടു. പിന്നെ ബാക്കി നോർമലി എല്ലാം ഇങ്ങനെ തന്നെ, ചായ കുടിയും ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പോയി ഇന്നത്തെ ദിവസം. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, കുറേ പേരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന FBയിലൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ. നിങ്ങൾ കൂടുതലും വീട്ടിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് പോലീസും സർക്കാരും ഒക്കെ പറയുന്നത്. ഈ രോഗം ഇങ്ങനെ പടർന്ന് പിടിക്കാതിരിക്കാനായിട്ടാണ് പറയുന്നത്. ഇത് എത്രയും വേഗം ഈ രോഗം ഇവിടെ നിന്ന് മാറിപ്പോയിട്ട് എല്ലാവർക്കും പഴയ ജീവിതത്തിലേക്ക് നോർമലായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എൻ്റർടൈനിങ് ആകുന്ന, യൂസ്ഫുൾ ആകുന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.